ഇന്ന് ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച ജിമ്മില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഞങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പോയി. രാവിലെ ജിമ്മുണ്ടെന്ന് പറഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായിട്ട് ഇരുന്നപ്പോഴാണ് അറിഞ്ഞത് ഞായറാഴ്ചയാണെന്ന് ഓർത്തത്. പിന്നെ എന്തായാലും ജംഗ്ഷനിലേക്ക് വെച്ച് പിടിച്ചു. നേരെ സ്കൂളിലേക്ക് ഗ്രൗണ്ടിലേക്ക് കയറി ഒരു 4-5 റൗണ്ട് ചെറുതായിട്ട് നടന്നു. ഒരുപാട് പഴക്കം ചെന്നൊരു മരമാണിത്, പാല. ഞങ്ങളുടെ കുഞ്ഞുനാൾ ഞങ്ങൾ പഠിക്കുമ്പോൾ തൊട്ട് ഈ മരമുണ്ട് ഇവിടെ. പണ്ട് സാറ്റ് കളിക്കുന്നതൊക്കെ അതിൻ്റെ ചൂട്ടിലൊക്കെയാണ്. പിന്നെ ഈ ഗ്രൗണ്ടിൽ മഴ പെയ്ത് അവിടെയൊക്കെ ചെളിയായിട്ട് കിടക്കുകയാണ്. ഇന്നലെ നല്ല മഴയായിരുന്നല്ലോ. പിന്നെ ഞാൻ ചെളിയില്ലാത്ത ഭാഗത്തൂടെ സ്ട്രെയിറ്റായിട്ട് കുറച്ച് നേരം നടന്നു. ഗ്രൗണ്ടിൽ വേറെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുട്ബോളും ക്രിക്കറ്റ് കളിക്കാൻ പിള്ളേരൊക്കെ വരും. ഞാൻ ചെന്നപ്പോൾ ആരും ഇല്ലായിരുന്നു. ഇത് നമ്മുടെ വോളിബോളിൻ്റെ കോർട്ടാണ്, സ്കൂളിൻ്റെ. ഇത് സ്കൂളിൻ്റെയൊക്കെ പുതിയ കെട്ടിടങ്ങളാണ്. നേരെ വീട്ടിലോട്ട് പോകും. രാവിലെ ഓട്സിൻ്റെ ഉപ്പുമാവും മുട്ട പുഴുങ്ങിയത്. കഞ്ഞിയല്ല, ഉപ്പുമാവ്. ഇപ്പം ഒരു മിനിറ്റ്. ഓട്സിൻ്റെ ഉപ്പുമാവ്, പിന്നെ പഞ്ചസാരയാണ്, പിന്നെ ഒരു മുട്ട, ഒരു കരിങ്കോഴിയുടെ മുട്ടയാണ്, നാടൻ മുട്ട, പിന്നെ ഒരു ഏത്തപ്പഴം. എന്നാ ഇവിടെ ഇരുന്നു. ബട്ടൺസ് എല്ലാം മാറ്റി തിരിച്ചിട്ടേക്കുക. കഴുകി എടുക്കുക, അച്ഛൻ എടുക്കുക. ഞാൻ കഴിക്കാം, എടുത്തുകൊണ്ട് വരണ്ട്. അച്ഛൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിക്കും. നല്ല ഓട്സിൻ്റെ ഉപ്പുമാവും ക്യാരറ്റ് സവാളയൊക്കെ ഇട്ട് കഷ്ടാണോ കഴിക്കുന്നതിന് മുമ്പ് പറയണം. നല്ല മുട്ടയുണ്ട്, പഴമുണ്ട്. എടുത്തു. പഞ്ചസാരയുണ്ട്, ഈ മുട്ടയുണ്ട്. മുട്ട അത് കഴിച്ചു. അത് കഴിച്ചിട്ട് ബാക്കി പഞ്ചസാരയൊക്കെ എടുത്ത് കഴിക്കും. അത് കഴിച്ചു, നല്ല രുചിയുള്ള. ഹലോ, ഓട്സ്. ഇന്ന് രാവിലെ ഞായറാഴ്ചയായതുകൊണ്ട് ഗ്രൗണ്ടിലാണ് പോയി, നടക്കാൻ പോയി. ഇന്ന് ജിമ്മില്ല, അതുകൊണ്ട് നടക്കാനായിട്ട് ഗ്രൗണ്ടിൽ പോയിട്ട് വന്നു. ഓട്സിൻ്റെ ഉപ്പുമാവും, അച്ഛനും ഓട്സിൻ്റെ ഉപ്പുമാവും ഏത്തപ്പഴം മുട്ട. ഞാൻ ഓട്സിൻ്റെ ശാല ഉപ്പുമാവും ഒരു മുട്ട, പിന്നെ ചോറ് എടുത്തിട്ടു. ഇവർ മീൻ മേടിക്കണം, പൂച്ചയ്ക്കും അവർക്ക് കൊടുക്കാനായിട്ട്. മധുരമുണ്ടോ അച്ഛാ? മധുരമുണ്ടല്ലേ? ആ മുട്ട കഴിച്ചിട്ട് കഴിക്കുന്നത്. ഓട്സിന് ഉപ്പുമാവും ഒരു പുഴുങ്ങ മുട്ട അച്ഛൻ കഴിക്കുന്നുണ്ട്. അച്ഛൻ അതുകൂടെ കഴിച്ചോ, ആ മുട്ടയും കൂടെ കഴിക്കും. അച്ഛത് കഴിച്ചു. പഞ്ചസാര കണ്ടാണ്ട് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇനി മുട്ടയോടെ കഴിച്ചിട്ട് പഴയോടെ കഴിക്കണേ. ഞാൻ കുറച്ചേ എടുത്തുള്ളായിരുന്നു, തോനെ ഉണ്ടാക്കിയില്ല. ഇതും കൂടെ കഴിക്കും, മുട്ട കഴിക്കും, മുട്ടയോടെ കഴിക്കും. നല്ലയാ, നല്ല ടേസ്റ്റാ, കഴിക്കണം. ഇതും കഴിച്ചു, അതും കഴിച്ചു. മുട്ട കഴിച്ച് പഴം എടുത്ത് കഴിക്കണം. അതും കഴിച്ചു, ശകലേ ഉള്ളൂ, അതും കഴിച്ചു. നല്ല രാവിലെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. രാവിലെ കഴിച്ചോ? ആ പഴമൂടെ കഴിച്ച് സുഖമായിട്ട് കൈയും കഴുകി. ഇത് ഏത്തപ്പഴം, ഇതാണ് ഇത്. കണ്ടേ,
വേണ്ട. ഇതാണ്ട ഇത് ഇതല്ലയോ? ഇത് ഇതോ? അത് പഴമാ. അത് നല്ല ഓട്സ് കുറച്ചേ ഉള്ളൂ അച്ഛൻ്റെ കൊടുത്ത്. ഇന്നത്തെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അച്ഛന് പഴം ഇവിടെ കൊടുത്തു. ഇനി പോയി ഉച്ച കഴിഞ്ഞിട്ട് 2 ചപ്പാത്തി ഉണ്ടാക്കണം. അച്ഛനൊക്കെ ചോറ് റെഡിയാവും. ഒരു മീൻകറിയും വയ്ക്കണം. ഓക്കെ ഓക്കെ അച്ഛാ. ഓക്കെ. ഞാൻ ചപ്പാത്തിയാണ് ഉച്ചയ്ക്ക്. ഞാൻ ചീരയും കൂടെ മേടിച്ചു. ചീരക്കറിയും ചപ്പാത്തിയും കൂടെ കഴിക്കാമെന്ന് വെച്ചു. പിന്നെ മീൻകറിയുണ്ട്. കൊച്ചുള്ളി കാന്താരിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം, ചതയ്ക്കാം. എല്ലാം വേണം. കാന്താരിയും കൊച്ചുള്ളിയും കൂടെ ചതച്ചപ്പോൾ എന്നിട്ട് ഇതും കൂടെ വെച്ചിട്ട് നമുക്ക് തോനെ ചീര ഒന്നും ചേർക്കുന്നില്ല. ഒന്ന് പുഴുങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പോവാണ് ചീര. കാന്താരിയിലേക്ക് നല്ല മണം വരും വെളുത്തുള്ളിയുടെ. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചീരയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. മോരുമുള്ള കുടിച്ചോ? നല്ല ഇവിടുന്ന് കുടിക്കും. ഇവിടുന്ന് കുടിച്ചു. ഇവിടുന്ന് കുടിച്ചു. ഞാൻ കുടിച്ചാ അച്ഛൻ കുടിച്ചാൽ മതി. കുടി, മൊത്തം കുടിക്കണേ. ഉപ്പാ ഇതിനകത്ത് പുളിഞ്ചിക്ക ഇട്ടു, നാരകത്തല, പുളിഞ്ചിക്ക, ഇഞ്ചി, കാന്താരി മുളക്, ഇത്ര ഐറ്റം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അടിപൊളി മോരുമുള്ള. മൊത്തം ഒറ്റ പിടിക്ക് അങ്ങ് പിടിച്ചോ വെച്ചാ. മധുരം ഉപ്പ് ഏറ്റവും പറയാൻ മധുരമുണ്ട്. മൊത്തം കുടിച്ചാട്ട്. മൊത്തം കുടിക്കണം. കുടി കുടി കുടി. ഇല്ല വെക്കണ്ട അച്ഛൻ കുടിച്ചു. കുടി മൊത്തം കുടിച്ച് കയറി. ഒറ്റ അടിക്കാൻ പിടിക്കട്ടെ. ഒറ്റ പിടിക്കാൻ പിടി. ഫുള്ള് പിടി. അടിപൊളി. അങ്ങനെ. ഓക്കെ. ഇനി വേണോ? ഞാൻ കഴിക്കോളാം. ഇനി വേണോ? ഇനി വേണോ അച്ഛന്? ഇല്ല, ഇനി വേണോ? ഓ ശരി, ഞാൻ കഴിക്കോളാം. മീൻകറി കണ്ണനയില. നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചു, തീ കത്തി വെച്ചിട്ടുണ്ട്. അച്ഛന് ചോറും മീൻകറി, ചീരത്തോരൻ. അല്ല, ഇതിനകത്ത് ഇതിനകത്ത് മീനാണ്. ചൂടുണ്ട് കേട്ടോ. നല്ല ചോറും ചൂട് മീൻകറി, ചീരത്തോരനും. പിന്നെ അച്ഛൻ കഴിക്കണം. കഴിച്ചു. പിന്നെ അതെല്ലാം എടുത്ത് കഴിക്കണം. എനിക്ക് ചപ്പാത്തിയും ചീരത്തോരനും. ചപ്പാത്തി കഴിക്കണം. സാറ് കഴിക്കാതെ സാറ് കഴിച്ചിട്ടേ എനിക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട്. ഞാൻ ചപ്പാത്തി പോലും ഞാൻ ചോറ് കഴിക്കത്തില്ല ഇപ്പോൾ. അല്ല, ഇവിടെ ഞാൻ ഒന്നും പിടിച്ചിരുന്നില്ല. ഞാൻ അങ്ങോട്ട് പോകത്തേ. കഴിച്ചാട്ട്. മീൻകറി കൊള്ളാവോ? അതും ഇവിടെ നമ്മൾ കേട്ടു. ഇല്ല, ഈ കറി കൊള്ളാവോ മീൻ്റെ? അത് തന്നെ. അതിൻ്റെ ആദ്യം കേട്ടുണ്ടല്ലോ റേറ്റീസിൻ്റെ അവിടെ. ശരി. അത് അതെ ശരി. ഇന്നിവിടെ കാണുന്നു. എന്നിട്ട് അച്ഛന് ചോറ്, എനിക്ക് ചപ്പാത്തി. എല്ലാ എണ്ണയൊക്കെ വളരെ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. മറ്റേ എണ്ണയൊക്കെ നല്ലപോലെ ഉപയോഗിക്കുന്നത്. അപ്പം എണ്ണയെല്ലാം കുറച്ച്. ചീരയും കൂടെ എടുക്കച്ചോ.
ഈ തോരൻ കൂടെ എടുത്ത് കഴിക്കും ചീര ദാണ്ടെ ഏത് ഇതോ അല്ലല്ലേ ഇതോ ആ അത് അതും കൂടെ ഇട്ട് വരവ് അല്ല അത് വിസാപത്തിൽ ഇല്ലല്ലോ നല്ലത് അത് ഇട്ട് വരാം ദാണ്ടെ ഇങ്ങനെ എടുത്തിട്ട് ദാണ്ടെ ഇവിടെ എടുത്തു കേട്ടോ ആ നാടൻ ചെയ്തേ ഇവിടെ ഇളക്കി കഴിക്കുമ്പോഴേ അറിയാം രുചിയായിരിക്കും ആ അങ്ങനെ കഴിക്കും കണ്ടോ അതല്ലേ ചീരയുടെ അച്ഛൻ അതെ മീനും കൂടെ എടുക്കും മീനും കൂടെ ഇതോ ആ അത് ഇരിപ്പുണ്ട് ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ട് താണ്ട് ആ കഴിക്കും ആ മീൻ കഴിക്കും മീനിൻ്റെ കഷ്ണം കഴിക്കും നല്ല മീനാ അതാ വാങ്ങല് എടുത്തിട്ട് ദാണ്ടെ. ദാണ്ടെ അച്ഛാ. ഓക്കെ കഴിച്ചോ കഴിച്ചോ മീനും എടുത്ത് സെറ്റാക്കി മീനെല്ലാം കഷ്ണങ്ങളെല്ലാം കൂടെ ആക്കി അങ്ങനെ ഞങ്ങളുടെ ഇന്ന് ഉച്ചക്കലത്തെ ആഹാരം കഴിഞ്ഞില്ലേ അച്ഛാ അതെ ഇതുകൂടെ കഴിക്കും ഇത്രയും എടുത്ത് ഇതുകൂടെ കഴിക്കാവോ കോഴി കൊടുക്കും ഇതുകൂടെ കഴിച്ചോ ആ തോരനോടെ കഴിക്കും ഇത്രയും അച്ഛൻ മൊത്തം കഴിച്ചു ഭാഗ്യം സ്വല്പം മാത്രം വന്നു ആ ചീരയും അതൊക്കെ അവിടെ വെച്ചേക്കച്ചാ അത്രയും അവിടെ വെച്ചേക്ക് അവിടെ വെച്ചേക്ക് ഓ കേട്ടോ ഓ ഞാനും കഴിക്കാവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓ അതാണ് 3 ചപ്പാത്തി ശകലം ചീരത്തോരനും സവാള 2 കാന്താരി മുളകും ഇതാണ് എൻ്റെ ഉച്ചക്കലത്തെ ഭക്ഷണം പക്ഷെ പോയി കഴിവിട്ട് വന്നിട്ട് ഓക്കെ അവിടെ അല്ലേ ഇവിടെ 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 ഇതാണ് ഇവിടെ ആ അതുകൊണ്ടേ ആ കളയുന്ന പുറത്ത് കളഞ്ഞോ അല്ല എന്തുവാ അത് കളഞ്ഞേക്ക് പുറത്ത് കളഞ്ഞേക്ക് ആ ഓ മതി കൈ കഴിവ് അപ്പോൾ ഓക്കേ